ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പട്ടുപാവാട എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ള ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പട്ടുപാവാട തയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന വിധവും അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാര്യം പട്ടുപാവാടയുടെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അഴിച്ചും എടുത്തുമൊക്കെയാണ് നമ്മൾ സാധാരണ പാവാട തയ്ക്കാറുള്ളത്. പ്ലീറ്റ്സ് ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോവും, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം ഒന്ന് പരിഹരിച്ചുകൊണ്ട് ഞാനിവിടെ ഒരു തിയറി ഉണ്ട്. ആ തിയറിയും നമ്മൾ തയ്ക്കുന്ന വിധവും കൂടെ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാവേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ അത്ര വലിയ സ്റ്റിച്ച് ചെയ്യുന്ന തയ്യൽക്കാരിയൊന്നുമല്ല. പിന്നെ പാവാട എങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാമെന്ന് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് സക്സസ്ഫുള്ളായി മാറി. അപ്പോൾ പാവാടയുടെ ഫുൾ ലെങ്ത് വരുന്നത് നമുക്ക് ആദ്യം ഫുൾ ലെങ്ത് എഴുതണം. അത് 38 കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് വേസ്റ്റ് എന്ന് വെച്ചാൽ അരവണ്ണം വരുന്നത് 30. ഞാനിവിടെ എൻ്റെ മോളുടെ അളവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 38 ഫുൾ ലെങ്തും വരും, വേസ്റ്റ് 30 വരും. അപ്പം ഈ ഫുൾ ലെങ്തിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പൂടെ ചേർക്കണേ. 38ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് 38.5 ഇഞ്ച് വേണം നമ്മൾ തുണിയെടുക്കാനായിട്ട്. ഞാൻ ആ തിയറി ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി തരുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, പാവാട സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഈ തിയറി അങ്ങോട്ട് നോക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പം ഈ തിയറി എഴുതും. തിയറി എഴുതിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുക. അതായത് പെട്ടെന്ന് നമുക്ക് ആ തിയറി ഏത് സമയത്തും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തയ്ച്ചെടുക്കാം. ഓർമ്മയിൽ അത് വരും. ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 30. 30 × 4 + 2.5. നമ്മൾ തുണി എടുക്കേണ്ടത് എത്രയാണെന്നുള്ളതിൻ്റെ തിയറി ആണ് ഇത്. 30 എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് വണ്ണം. പിന്നെ 4 ഇരട്ടി തുണി 4. 30 × 4 + 2.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർക്കുമ്പം എനിക്കിവിടെ വരുന്നത് 122.5 ആണ് കേട്ടോ. 122.5 സെൻറ്റിമീറ്റർ തുണിയാണ് എനിക്കിവിടെ എൻ്റെ മോൾക്ക് ഈ വേസ്റ്റ് വണ്ണത്തിലും ഫുൾ ലെങ്തിലും ഉള്ള പാവാട തയ്ക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ തുണിയുടെ അളവ്, 122.5 സെൻറ്റിമീറ്റർ. അതായത് 120 നിന്ന് 30 നമ്മൾ മൈനസ് ചെയ്യണം. അതായത് വേസ്റ്റ് വണ്ണം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? 45 പ്ലീറ്റ്സ് കിട്ടും. അതായത് 90/2. 120 നിന്ന് 30 മൈനസ് ചെയ്യുമ്പം 90 കിട്ടും. ആ 90നെ നമ്മൾ 2 കൊണ്ട് ഭാഗിക്കുമ്പം 45 പ്ലീറ്റ്സ് ആണ് കിട്ടുന്നത്. അതായത് നമ്മുടെ പാവാടയ്ക്ക് 45 പ്ലീറ്റ്സ് ഉണ്ടായിരിക്കണം. എന്നാലേ ആ പാവാട കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് വരുത്തുള്ളൂ കേട്ടോ. ഇതാണ് പാവാട തയ്ക്കുമ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എങ്ങനെ എടുക്കണമെന്നും തുണി എത്രയാണ് വേണ്ടത് എന്നുമുള്ള മെഷർമെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു തുണി എടുത്തിട്ട് നിങ്ങൾക്ക് അത് തന്നെ അളന്ന് ആ മെഷർമെൻറ്റ് അളന്ന് ഇത്ര തുണി വേണമെന്നും എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബാൻഡ് വീതി നമ്മൾ ചില പട്ടയടിക്കണം. പാവാടയുടെ മുകളിൽ പട്ടയടിക്കാനുള്ള വീതിയാണ് 3 ഇഞ്ച് വീതി വേണം. 3 ഇഞ്ചിൻ്റെ വീതിയുടെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുക്കണം കേട്ടോ. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഞാനിവിടെ 3 ഇഞ്ച് വീതി വേണമെന്നേ എഴുതിയിട്ടുള്ളൂ. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അതിനകത്തുണ്ട്. 1/2 ഇഞ്ച് വീതം അപ്പുറം ഇപ്പുറം അടിച്ച് മാറാനായിട്ട്. അപ്പം 4 ഇഞ്ച് വേണം. ഞാനിവിടെ 3 ഇഞ്ച് എഴുതിയിട്ടുള്ളൂ. പിന്നെ ബാൻഡിൻ്റെ നീളം എന്ന് പറയുന്നത് വേസ്റ്റ് വണ്ണം പ്ലസ് നമുക്ക് 2 ഇഞ്ചും കൂടെ വേണം. അതായത് 30 + 2. അപ്പോൾ നമുക്ക് 32 ഇഞ്ചാണ് ബാൻഡിൻ്റെ നീളം വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറി കേട്ടോ. ഇതാണ് ഞാൻ പാവാടയ്ക്ക് എടുത്ത തുണിയെ. ഒരു 3 മീറ്റർ തുണിയുണ്ട് കേട്ടോ. ഇത് 30 × 4. 30 × 4 എന്ന് പറയുമ്പോൾ 120 വരും. 120 + 2.5. അപ്പം 122.5 എൻ്റെ തുണിയുടെ വീതി വേണ്ടത്. അങ്ങനെ ഞാനത് 30 വെച്ച് 4 മടക്കി തുണി എടുത്തിട്ടുണ്ട്. അങ്ങനെ 30 × 4 + 2.5. അപ്പം 122.5 വന്നിട്ടുണ്ട്. അങ്ങനെ തുണി ഇങ്ങനെ ഫുള്ള് മെഷർമെൻറ്റ് ചെയ്യണം. 30 എടുത്തതിന് ശേഷം ഞാനിവിടെ 4 മടക്കുവാണേ. ആ മെഷർമെൻറ്റ് തന്നെ 4 പിടിച്ച് മടക്കിയതിന് ശേഷം തുണി നിവർത്തിയിട്ട് അതിൻ്റെ ലെങ്ത് എടുക്കുക. അപ്പോൾ ഞാൻ തുണി 4 മടക്കിയിട്ടുണ്ട്. 30 വെച്ചിട്ട് 4 മടക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തയ്യൽ തുമ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരി അധികം എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല. ഇനി നമുക്കതിൻ്റെ ലെങ്ത് എടുക്കാം കേട്ടോ. ലെങ്ത് എനിക്ക് വരുന്നത് 38. 38 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 38 എടുക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കുറച്ച് 37 എടുക്കാൻ പാടുള്ളൂ കേട്ടോ.
37 ഇഞ്ച്. കാര്യം നമ്മൾ മേളിൽ ബാൻഡ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ 37 ഇഞ്ച് എടുത്താൽ മതി ലെങ്ത്. ബാൻഡ് അടിക്കുമ്പോൾ ഇത്തിരി ലെങ്ത് അവിടെ കിട്ടും. അതുകൊണ്ട് നമ്മൾ 37 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് തുണിയുടെ അറ്റം വരെ 37 ഇഞ്ച് മാർക്ക് ചെയ്ത് തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് ലെങ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ലെങ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ലെങ്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ മുകളിൽ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യണം. നമ്മളിത് പ്ലീറ്റ്സ് പിടിക്കാനായിട്ടാണ് കേട്ടോ. പ്ലീറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ പ്ലീറ്റ്സ് പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. ആകെ നമുക്ക് എടുക്കുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. ബാക്കി 6 ഇഞ്ച് ഇപ്പുറത്തോട്ടായിട്ട് മാർക്ക് ചെയ്യുക. ടോട്ടൽ 8 ഇഞ്ച്. അതിൽ 2 ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കളഞ്ഞതിന് ശേഷം 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് വീണ്ടും 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ 8 ഇഞ്ചിൻ്റെ ഇപ്പുറത്തായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂഷൻ പോകണം. ഇത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ തുണിയുടെ അറ്റം വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ പ്ലീറ്റ്സ് എളുപ്പത്തിന് വേണ്ടിയിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയതിന് ശേഷം 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്തതിലോട്ട് പ്ലീറ്റ്സ് പിടിച്ച് വെച്ച് ഒരു ക്ലിപ്പോ ഒരു മുട്ടിപ്പിന്നോ ഏതെങ്കിലും ഒന്ന് അവിടെ കുത്തി കൊടുക്കുക. വീണ്ടും നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് വീണ്ടും 8 ഇഞ്ചിലോട്ട് പിന്ന് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 ഇഞ്ചിൽ നിന്ന് 8 ഇഞ്ചിലോട്ട് അങ്ങനെ പ്ലീറ്റ്സ് പിടിച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് തയ്ക്കുന്നതിന് എളുപ്പം വരും. അപ്പോൾ പ്ലീറ്റ്സ് പിടിക്കാൻ അറിഞ്ഞൂടാൻ വയ്യാത്തവരാകുമ്പോൾ ഇങ്ങനെ പ്ലീറ്റ്സ് പിടിച്ച് പിന്നെ കുത്തി വെക്കുമ്പോൾ നമുക്കത് തയ്ക്കാൻ എളുപ്പം വരും കേട്ടോ. നമുക്ക് ബാൻഡിന് തുണി വെട്ടിയെടുക്കണേ. ഞാനിവിടെ 4 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് നീളം ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ച് നീളത്തിലും 32 ഇഞ്ച് വീതിയിലുമാണ്. 30+2 32 ഇഞ്ച് വീതിയിലും ബാൻഡിന് ഇവിടെ ഞാൻ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ പാവാടയുടെ മുകളിൽ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ബാൻഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബാൻഡിനായിട്ട് എടുത്ത നീളത്തിൽ മുറിച്ചെടുത്ത തുണിയെ ഇത് നമ്മൾ മടക്കി അങ്ങോട്ട് വെച്ചടിച്ചാണ് നമ്മൾ പാവാടയുടെ മുകളിൽ ബാൻഡ് അടിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പട്ട. ഹൂക്ക് ഇടാൻ വേണ്ടിയിട്ട് ഹൂക്ക് വെക്കാൻ വേണ്ടി പട്ട വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കല്ലാതെയും ഹൂക്ക് വെക്കുന്നതുണ്ടല്ലോ, ഈ വരിഞ്ഞ് വെക്കുന്നതുണ്ട്, അത് അങ്ങനെയും വെക്കാം. ഞാനിവിടെ പട്ട തുണിയിൽ അടിച്ച് വെക്കുവാണ്. 4 ഇഞ്ച് വീതിയിലും 7 ഇഞ്ച് നീളത്തിലും ഞാനിവിടെ ഒരു തുണി മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് അത്രയും പട്ട മതി അടിച്ച് വെക്കാനായിട്ട്. അപ്പോൾ ആ തുണിയും കൂടെ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് പ്ലീറ്റ്സ് പിടിച്ചതെല്ലാം നമ്മൾ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ചിട്ട് പ്ലീറ്റ്സ് എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. 2 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 ഇഞ്ചിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് നമ്മളിവിടെ. 2 ഇഞ്ചിൽ നിന്ന് താഴെ 8 ഇഞ്ചിലോട്ട് തുണി പിടിച്ച് വെച്ചാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത്. അത് ഞാൻ ഒന്നുകൂടെ ഇവിടെ മെഷർമെൻറ്റ് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ പ്ലീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാവാടയുടെ മുകളിൽ ബാൻഡ് അടിക്കാനുള്ള തുണി എടുത്തിട്ടുണ്ട്. 2 വശവും ഞാനൊന്ന് അരിവ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നൂലങ്ങ് പിഞ്ചി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ 2 വശവും ഞാനൊന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പാവാടയുടെ നല്ല വശവും ബാൻഡിൻ്റെ തുണിയുടെ നല്ല വശവും കൂടെ ചേർത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എന്താണ്ട് ഇങ്ങനൊരു രീതിയിൽ കിട്ടും കേട്ടോ. ഈ മോഡലിലാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ തുണി ചീത്ത വശം എടുത്തിട്ട് 2 മടക്കി ആ തയ്യൽ തുമ്പിനോട് ചേർത്ത് വെച്ച് വീണ്ടും നമ്മളത് ഒന്നും കൂടെ അകത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ചീത്ത വശമാണ് കേട്ടോ. ചീത്ത വശത്തോട്ട് മടക്കി വെച്ചാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ 2 സൈഡിലും അപ്പുറവും ഇപ്പുറവും ആയിട്ട് നല്ല വശത്തും ചീത്ത വശത്തും ഓരോ സ്റ്റിച്ച് വീതം കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാവാട ഞാൻ പട്ടയും കൂടെ വെച്ചിട്ടുണ്ട്. ഹൂക്ക് വെക്കാനുള്ള പട്ടയും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പട്ടുപാവാട റെഡിയായി കഴിഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കല്ല്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ, സീ യു. വീണ്ടും കാണാം.